നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മി എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇന്ന് പറയുന്നത് പഞ്ചമി തിഥിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട 2 വഴിപാടുകളെ കുറിച്ചാണ്. എല്ലാ മാസവും 2 പഞ്ചമി തിഥികളാണ് വരാറുള്ളത്. കർത്തവാവ് കഴിഞ്ഞ് 5-ാമത്തെ ദിവസവും അതുപോലെ തന്നെ പൗർണമി കഴിഞ്ഞ് 5-ാമത്തെ ദിവസവും പഞ്ചമി തിഥിയാണ്. ഈ 2 വഴിപാടുകളും പഞ്ചമി തിഥിയിലാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ വഴിപാടെന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ മാറുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി വാരാഹി ദേവിക്ക് ഒരു എഴുത്തെഴുതിയുള്ള വഴിപാടാണ്. ഇത് പഞ്ചമി തിഥിയിലാണ് ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകമായിട്ട് ഒരു സമയം കൂടിയുണ്ട്. പഞ്ചമി തിഥിയിൽ വരുന്ന ശുക്രഹോര സമയത്തായിരിക്കണം. അപ്പോൾ പഞ്ചമി തിഥി ആഴ്ചയിലെ ഏത് ദിവസമാണെങ്കിലും ആ ദിവസത്തെ ശുക്രഹോരയിൽ വേണം ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. ഏതൊരു കാര്യത്തിനു വേണ്ടിയും നമുക്കിത് ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥി ഉള്ള സമയമായിരിക്കണം, പഞ്ചമി തിഥിയിലുള്ള ശുക്രഹോര ആയിരിക്കണം. അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിനായിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ഗ്രീൻ ഇങ്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇങ്കാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ഇങ്ക് ഇല്ല വീട്ടിലെങ്കിൽ ബ്ലൂ ഇങ്ക് കൊണ്ടും എഴുതാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണോ ഒരു ലെറ്റർ എഴുതുന്നത് അതുപോലെ വേണം എഴുതേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം എഴുതണം. നമ്മുടെ പേരൻസിന് നമുക്ക് എന്തെങ്കിലും ഒക്കെ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണോ നമ്മളൊരു ലെറ്റർ എഴുതുന്നത് അതുപോലെയാണ് എഴുതേണ്ടത്. ഇന്നത്തെ കാലത്ത് ആരും തന്നെ ലെറ്റർ ഒന്നും എഴുതാറില്ല. ഫോണിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലോ വാട്സാപ്പിലൊക്കെയാണ് ഇന്നിപ്പോൾ മെസ്സേജുകളൊക്കെ തന്നെ പാസ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുന്നേയൊക്കെ തന്നെ എഴുത്തുകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വാരാഹി അമ്മയോടാണ് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമുക്ക് സാധിച്ചു നൽകണം എന്നാണ് നമ്മൾ ആ ലെറ്ററിൽ എഴുതുന്നത്. അമ്മയെ വിശ്വസിക്കുന്ന എന്നെ കാത്തുകൊള്ളണം എന്നാണ് ലാസ്റ്റിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത് സമയം പറഞ്ഞു ദീപം കൊളുത്തി വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ദീപം കൊളുത്താൻ സാധിക്കാത്ത ചില സമയങ്ങളുണ്ടല്ലോ, രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ആണെങ്കിൽ നമുക്കൊരു വിളക്ക് കൊളുത്തി വെച്ച് ഈ ലെറ്റർ എഴുതാവുന്നതാണ്. അപ്പോൾ നട്ടുച്ച പോലുള്ള സമയത്തൊക്കെയാണ് ശുക്രഹോര വരുന്നതെങ്കിൽ ദീപം കൊളുത്തേണ്ട ആവശ്യമില്ല. ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് ആദ്യം ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ പ്രാർത്ഥന ഒരു എഴുത്തെഴുതുന്നത് പോലെ എഴുതിയതിനു ശേഷം ആ ലെറ്റർ കയ്യിലെടുത്ത് വെച്ചിട്ട് ഈ ഒരു നാമം 33 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. നമ്മൾ എഴുതുന്ന കാര്യം നമുക്ക് സാധിച്ചു തരുന്ന ഒരു മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് ആ ലെറ്റർ കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. 33 ടൈംസ് ആണ് ചൊല്ലേണ്ടത്. മന്ത്രം ഇതാണ്: ശിവദാത്രി ദണ്ഡവര കപാലിനി നമോ നമ. ശിവദാത്രി ദണ്ഡവര കപാലിനി നമോ നമ. ഇത് 33 തവണ നമ്മളിത് ചൊല്ലിയതിനു ശേഷം പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഈ ലെറ്റർ സൂക്ഷിക്കാവുന്നതാണ്. വാരാഹി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ട് വെക്കാം. ഇനിയിപ്പോൾ പൂജാമുറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അലമാരയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം ആ ലെറ്റർ എടുത്ത് ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അതിൽ ഒഴുക്കി വിടാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ലെറ്റർ എഴുതി ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഒരു പ്രാവശ്യം എഴുതിയിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു 3 പഞ്ചമി കഴിഞ്ഞും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 4-ാമത്തെ പഞ്ചമിയിൽ വീണ്ടും എഴുതി വെക്കാവുന്നതാണ്. ഒരു പഞ്ചമിയിൽ എഴുതി അടുത്ത പഞ്ചമിക്കുള്ളിൽ ആഗ്രഹം സാധിക്കാനുള്ള ചാൻസും ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രാർത്ഥനകൾ സഫലമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം എഴുത്തെഴുതി വെച്ചു, ആഗ്രഹം സാധിച്ചില്ല എന്ന് കരുതി പിന്നീട് എഴുതാതിരിക്കേണ്ട ആവശ്യമില്ല. 3 പഞ്ചമി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ആ ഒരു എഴുത്തെഴുതി വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വലിയൊരു ആഗ്രഹമാണ് നമ്മൾ എഴുതുന്നത്, വീട് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ കുറച്ചു കാലം കാത്തിരുന്നതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മളിവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കുക കൂടി വേണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു ശ്രമം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും എഴുത്തെഴുതി മാത്രം വെച്ചു എന്ന് പറഞ്ഞ് നടക്കില്ല. അപ്പോൾ നമ്മുടെ പ്രയത്നത്തിനുള്ള ഫലമാണ് ദേവി നമ്മുടെ കൂടെ നിന്ന് ആ ഒരു കാര്യം സക്സസ് ആക്കി തരുന്നത്. ഇനി രണ്ടാമതായി പറയുന്നത് കരിപ്പട്ടി ദീപത്തെക്കുറിച്ചാണ്. ഇതും പഞ്ചമി തിഥിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ നമ്മൾ ഗുരുഹോരയിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ശുഭഹോരകൾ എന്ന് പറയുന്നത് ഗുരുഹോര, ശുക്രഹോര, ബുധഹോര, ഇതൊക്കെ തന്നെ ശുഭഹോരകളാണ്. ശുഭഹോരകളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. കരിപ്പട്ടി ദീപം കൊളുത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പഞ്ചമി തിഥിയിൽ വരുന്ന ഗുരുഹോരയിൽ വേണം കൊളുത്തേണ്ടത്. ചെറിയൊരു മൺവിളക്കെടുത്ത് അതിൽ നല്ലെണ്ണ ഒഴിച്ച്, കരിപ്പട്ടി എന്ന് പറയുന്നത് പാം ജാഗറിയാണ്, അത് നമുക്ക് ലഭിക്കുന്നത് ഒരു ചിരട്ട പൊട്ടിച്ചാലുള്ള ആ ഒരു രൂപത്തിലാണ് ലഭിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു പടം ഇതിലിട്ടേക്കാം. അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് മാത്രം മതി നമുക്ക് ഈ കരിപ്പട്ടി ദീപം കൊളുത്തുന്നതിന്. കരിപ്പട്ടി ദീപം എന്ന് പറഞ്ഞിട്ട് കരിപ്പട്ടി മുഴുവൻ ആ ദീപത്തിൽ ഇടേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു പീസ് അതിൽ നിന്ന് പൊട്ടിച്ച് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. ചെറിയൊരു പീസ് കരിപ്പട്ടി ഇടണം. അതിനോടൊപ്പം തന്നെ പാനകം കൂടി വെക്കേണ്ടതാണ്. സാധാരണ നമ്മൾ പാനകം വയ്ക്കുമ്പോൾ ശർക്കര, ചുക്ക്, ഏലക്ക ഒക്കെ ഇട്ടാണ് പാനകം ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇവിടെ പാനകം ഉണ്ടാക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഇവിടെ നമ്മൾ ജീരകം ഇട്ട് തിളപ്പിച്ച് ആ ജീരക വെള്ളത്തിലാണ് പാനകം ഉണ്ടാക്കുന്നത്. അതായത് ആ ജീരക വെള്ളത്തിൽ കരിപ്പട്ടിയും ചുക്കും ഏലക്കയും ചേർത്താണ് പാനകം ഉണ്ടാക്കേണ്ടത്. അത് മാത്രമാണ് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പഞ്ചമി തിഥി ഉള്ള ദിവസം ഗുരുഹോരയിലാണ് ഇത് ചെയ്യേണ്ടത്. ഗുരുഹോര ഏത് സമയത്ത് വരികയാണെങ്കിലും ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. ചിലപ്പോൾ അതികാലെ ആയിരിക്കാം, ചിലപ്പോൾ നട്ടുച്ച സമയത്തായിരിക്കാം, ചിലപ്പോൾ 12 മണി, രാത്രി 12 മണിക്കായിരിക്കാം. ഏതൊരു സമയത്തും ഈ കരിപ്പട്ടി ദീപം കൊളുത്തി ദേവിക്ക് പാനകം നിവേദ്യമായി സമർപ്പിച്ച് 108 തവണ വാരാഹി ദേവിയുടെ ഒരു നാമം ചൊല്ലാവുന്നതാണ്. വജ്രകോശം ചൊല്ലാം, വജ്രവാരാഹി ചൊല്ലാം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു നാമം 108 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് 3 പഞ്ചമിയിലെങ്കിലും നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഒരേ ഒരു പഞ്ചമിയിൽ കരിപ്പട്ടി ദീപം കൊളുത്തി നമുക്ക് റിസൾട്ട് കിട്ടിയാലും നമ്മളത് 3 പ്രാവശ്യം 3 പഞ്ചമിയിൽ, അടുത്തടുത്ത് വരുന്ന 3 പഞ്ചമിയിൽ കരിപ്പട്ടി ദീപം കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. 3 പ്രാവശ്യത്തിനുള്ളിൽ നമുക്ക് സാധിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 പഞ്ചമിയിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിർത്താവുന്നതാണ്. പിന്നീട് അതിനുള്ളിൽ തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. ചിലർക്ക് സാധിക്കില്ല, അങ്ങനെയുള്ളവർക്ക് വീണ്ടും കൊളുത്താവുന്നതാണ്. ഇവിടെ ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ദേവിയുടെ ഏതൊരു നാമവും ചൊല്ലാം. 108 തവണയാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം ആ ഒരു ഗുരുഹോര സമയം കഴിയുമ്പോൾ ആ ദീപം അണയ്ക്കാവുന്നതാണ്. അതിനുള്ളിൽ നമ്മൾ ഇട്ട ആ ഒരു കഷ്ണം കരിപ്പട്ടി ആരും ചവിട്ടാത്തിടത്ത് കളയാവുന്നതാണ്. പാനകം വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ പാനകം കുടിക്കുന്നത് കൊണ്ട് ആ രോഗത്തിനും ഒരു ശമനം ലഭിക്കും. ഈ 2 വഴിപാടുകളും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയും ചെയ്യാവുന്ന 2 വഴിപാടുകളാണ്. കരിപ്പട്ടി ദീപം നമുക്ക് വീട്ടിൽ മാത്രമേ കൊളുത്താൻ സാധിക്കൂ. കാരണം പാനകം ഉണ്ടാക്കി ദേവിക്ക് വെക്കണം. എന്നാൽ എഴുത്തെഴുതുന്നത്, ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ഇരുന്ന് എഴുത്തെഴുതി അവിടെ ഇരുന്ന് 33 തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എഴുതിയ എഴുത്ത് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.